സഹനത്തിന്റെ തീച്ചൂളയിൽ എരിഞ്ഞു തീരുന്ന മനുഷ്യന് ദൈവം നൽകുന്ന ഉത്തരം. സഹനദാസനായ ജോബ്. നമുക്കും പറയാൻ സാധിക്കട്ടെ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. സാത്താൻ, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ നിന്ന് വരുന്നു. നീ വളരെ സന്തുഷ്ടനായി കാണപ്പെടുന്നുവല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നീ ഞങ്ങളിൽ നിന്നകറ്റിയ നിന്റെ ജനം നിന്നെ മറന്നുപോയിരിക്കുന്നു. ഒരാൾ പോലുമില്ല നിനക്ക് വിശ്വസ്തനായിട്ട്. അപ്പോൾ നീ എന്റെ ദാസനായ ജോബിനെ ഭൂമിയിൽ കണ്ടില്ലെന്നുണ്ടോ? നീ അവന് സകലവിധ സമ്പത്തും നൽകി. അവന്റെ സമ്പത്തിൽ കൈവച്ചാൽ അവൻ നിന്നെ തള്ളിപ്പറയുന്നത് കാണാം. എങ്കിൽ നമുക്ക് നോക്കാം. അവനുള്ള സകലവിധ സമ്പത്തിലും നിനക്ക് ഞാൻ അധികാരം നൽകുന്നു. എന്നാൽ അവനെ മാത്രം നീ ഒന്നും ചെയ്യരുത്. നല്ലവനായ ദൈവമേ, നീ എനിക്കെല്ലാം തന്നു. എന്റെ സമ്പത്തിലും ഭവനത്തിലും വേലികെട്ടി സുരക്ഷിതത്വം നൽകി. നല്ലവനായ ദൈവമേ, നിന്നോട് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. എന്തോ മനസ്സിനൊരസ്വസ്ഥത, എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. കാരുണ്യവാനായ ദൈവമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങേ ഞാൻ വാഴ്ത്തുന്നു. അങ്ങേ ഞാൻ യജമാനെ, ഞങ്ങൾ കാളകളെയും കഴുതകളെയും മേയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് ഷബാക്കാർ വന്ന് മറ്റു ദാസന്മാരെ വാളിനിരയാക്കി അവയെ അപഹരിച്ചുകൊണ്ടുപോയി. ഓ എന്റെ ദൈവമേ, എന്തൊരു പരീക്ഷണമാണ് ഇതെല്ലാം! നിന്റേതല്ലേ? ഞാൻ വെറും സൂക്ഷിപ്പുകാരൻ മാത്രം. എന്റെ കർത്താവേ, നിന്നെ ഞാൻ വാഴ്ത്തുന്നു. എന്റെ ദൈവമേ, നിന്നെ ഞാൻ യജമാനനെ, ദൈവത്തിന്റെ അഗ്നി ആകാശത്തിൽ നിന്നിറങ്ങി നമ്മുടെ ആടുമാടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ഓ കർത്താവേ, നീ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ? കർത്താവ് തന്നു, അങ്ങ് തന്നെ എടുത്തോളൂ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന്റെ നാമം
യജമാനനെ, അങ്ങയുടെ പുത്രന്മാരും പുത്രിമാരും ജ്യേഷ്ഠ സഹോദരന്റെ ഭവനത്തിൽ വിശ്രമിച്ചാനന്ദിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ 4 മൂലയും നശിപ്പിച്ചു. അങ്ങയുടെ മക്കളെല്ലാം നശിച്ച്. ഓ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഈ ഭൂമിയിലേക്ക് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ മടങ്ങുന്നു. കർത്താവ് തന്നു, അങ്ങ് തന്നെ ഇതെല്ലാം എടുക്കുന്നു. എങ്കിലും ദൈവമേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. സാത്താൻ ഇപ്പോൾ എന്തു പറയുന്നു? ജോബിനെ പോലെ നിഷ്കളങ്കനും നീതിമാനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഈ ഭൂമുഖത്തുണ്ട്? നീ അവന്റെ ശരീരത്തിൽ കൈവയ്ക്കൂ, അപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറയുന്നത് കാണാം. അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവന്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കും. എങ്കിൽ നോക്കാം, ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു. അവന്റെ ജീവനിൽ മാത്രം നീ കൈവയ്ക്കരുത്. Ha 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 ha!